കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഭ മാനുഷിക പരിമിതികളുള്ള ഒരു സമൂഹം, പക്ഷേ യേശു ധാരാളം ദാനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ലിയോ മാർപ്പാപ്പ. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് 303 വിദ്യാർത്ഥികളെയും 12 ജോലിക്കാരെയും തട്ടിക്കൊണ്ടുപോയി. മോൺസിഞ്ഞോർ രവീന്ദ്രകുമാർ റൺസിംഗ് കട്ടയ്ക്ക് ഭുവനേശ്വർ അതിരൂപതയുടെ സഹായമെത്രാൻ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. സീറോ മലബാർ സഭ PR. ഷിബു തോമസ് ലോഗോസ് പ്രതിഭ. വാർത്തകൾ വിശദമായി. സഭ മാനുഷിക പരിമിതികളുള്ള ഒരു സമൂഹം, പക്ഷേ യേശു ധാരാളം ദാനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ലിയോ മാർപ്പാപ്പ. സഭ മാനുഷിക പരിമിതികളുള്ള ഒരു സമൂഹമാണെങ്കിലും യേശു ധാരാളം ദാനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മിൽ നിന്നും ധാരാളം പ്രതീക്ഷിക്കുന്നുവെന്നും ലിയോ 14 പാപ്പ. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തീർത്ഥാടകർക്കായി പ്രത്യേകം അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. ക്രൈസ്തവർ എന്ന നിലയിൽ നാം സ്വീകരിച്ച ദൈവിക ദാനങ്ങൾക്കനുസരണം തിരികെ നൽകുവാൻ നാം ഏവരും ബാധ്യസ്ഥരാണ്. അനീതികളിലും അസമത്വങ്ങളിലും മനുഷ്യന്റെ അന്തസ്സ് ചവിട്ടിമെതിക്കപ്പെടുന്ന ഇടങ്ങളിൽ ദുർബലർക്ക് സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഇടത്ത് നിലപാടുകൾ എടുക്കുവാൻ സാധിക്കണം, പാപ്പ ഓർമ്മിപ്പിച്ചു. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി. ക്രൈസ്തവർ നിരന്തരമായും ക്രൂരമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൈജീരിയയിൽ നിന്ന് വീണ്ടും സങ്കടകരമായ വാർത്ത. നൈഗറിലെ പാപ്പിരി സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് 303 വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാദേശിക സമയം 2 മണിക്ക് സ്കൂളിന്റെ ബോർഡിംഗ് ഏരിയയിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടികൾ എല്ലാവരും ഉറങ്ങുന്ന സമയമായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഇത് 2ാം തവണയാണ് കൂട്ട തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നത്. നേരത്തെ മോചനദ്രവ്യം നൽകി തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരെ രക്ഷപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ അക്രമികൾക്ക് ഇത് പ്രോത്സാഹനം നൽകുന്നുവെന്ന കാരണത്താൽ രാജ്യത്ത് ഇപ്പോൾ മോചനദ്രവ്യം നൽകുന്നത് നിയമവിരുദ്ധമാണ്. 2014 കുപ്രസിദ്ധമായ ചിംബോക് സ്കൂൾ കിഡ്നാപ്പിംഗിൽ 276 പെൺകുട്ടികളെയാണ് ബോക്കോ ഹാരം എന്ന തീവ്രവാദ സംഘടന തട്ടിക്കൊണ്ടുപോയത്. മോൺസിഞ്ഞോർ രവീന്ദ്രകുമാർ റൺസിംഗ് കട്ടയ്ക്ക് ഭുവനേശ്വർ അതിരൂപതയുടെ സഹായമെത്രാൻ. ഇന്ത്യയിലെ കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞോർ രവീന്ദ്രകുമാർ റൺസിംഗിനെ ലിയോ പാപ്പ നിയമിച്ചു. ക്രിസ്തുജ്യോതി മഹാവിദ്യാലയ വൈദ്യശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീനായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു നിയുക്ത മെത്രാൻ. ഒറീസയിലെ ബൗദ്ധ്, കട്ടക്, കന്ധമാൽ, കേന്ദ്രപാര, ഖുർദ, ജാദ്സിംഗ്പൂർ, ജാജ്പൂർ, നയാഗർ, പുരി എന്നീ 9 സിവിൽ ജില്ലകൾ അടങ്ങുന്നതാണ് കട്ടക് ഭുവനേശ്വർ അതിരൂപത. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ദുഷ്പ്രേരണകൾ അവസാനിപ്പിക്കുക. സീറോ മലബാർ സഭ PR. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ PRO റവറന്റ് ഡോക്ടർ ടോം ഓലിക്കരോട്ട്. അടുത്തിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാർ ആലഞ്ചേരിയുടെ പ്രായവും അനാരോഗ്യവും കണക്കിലെടുത്താണ് ആശുപത്രിക്ക് സമീപത്തുള്ള താമസ സ്ഥലം എന്ന നിലയിൽ ചെത്തിപ്പുഴ ആശുപത്രിക്കടുത്തുള്ള വൈദിക മന്ദിരത്തിലേക്ക് താമസം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരവെയാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് മാർ ആലഞ്ചേരിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന സഭാ PRO പത്രക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷിബു തോമസ് ലോഗോസ് പ്രതിഭ. 25ാമത് ലോഗോസ് ബൈബിൾ ക്വിസിൽ ഷിബു തോമസ് ലോഗോസ് പ്രതിഭയായി. 4.75 ലക്ഷം പേർക്കിടയിൽ നിന്നാണ് സ്വർണ്ണ മെഡലും 1,01,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും നേടി ഷിബു ലോഗോസ് പ്രതിഭയായത്. KCBC ബൈബിൾ കമ്മീഷന്റെയും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെയും മുൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ അവാർഡ് സമ്മാനിച്ചു. മൂവാറ്റുപുഴ രൂപതാംഗമാണ് ഷിബു തോമസ്. കുടുംബങ്ങൾക്കായുള്ള ലോഗോസ് ഫമീലിയ ക്വിസിൽ പാലാ രൂപതയിലെ ഡിൻഡർ ഫ്രാൻസിസ്, ആഗ്നസ് റിജോ, ആൽബർട്ട് റിജോ എന്നിവർ ഉൾപ്പെടെ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. എറണാകുളം, അങ്കമാലി, തൃശൂർ, പാലാ രൂപതകളാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച രൂപതകൾക്കുള്ള അവാർഡുകൾ നേടിയത്.
അടുത്ത വാർത്താ ബുള്ളറ്റിൻ വെള്ളിയാഴ്ച. നന്ദി.